സേതു, ഞാനും സെയ്ഫും ഉണ്ട് ഇവിടെ. അടിപൊളിയായ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഒരുപാട് പരിപാടികൾ ഇന്ന് നടക്കാനുണ്ട്. കുറച്ച് ഗോത്ര വിഭാഗത്തിലുള്ള നൃത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഘനൃത്തം, അത് കഴിഞ്ഞാൽ സംഘനൃത്തം വരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. എങ്ങനെയാണ് പോയിന്റ് നിലയൊക്കെ ചെയ്തു? പോയിന്റ് നില ഇപ്പോൾ പറയുകയാണെങ്കിൽ കണ്ണൂരാണ് മുമ്പിൽ നിൽക്കുന്നത്. 739 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോഴിക്കോടാണ്. 728 പോയിന്റാണ്. തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് 726 പോയിന്റ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 2 പോയിന്റ് വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തിനുള്ള മത്സരം നടക്കുന്നത്. തൃശ്ശൂരിന് തൊട്ടു പിന്നാലെ പാലക്കാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു ഫോട്ടോ ഫിനിഷ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒന്നാം സ്ഥാനത്ത് വ്യക്തമായൊരു ലീഡ് കണ്ണൂർ നിലനിർത്തിയിട്ടുണ്ട്. ഒരു 10-17 പോയിന്റേ ഉള്ളൂ. ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ കഴിയുന്ന തരത്തിലാണ് കടുപ്പമേറിയ മത്സരം നടക്കുന്നു. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ജില്ലകൾ തമ്മിൽ മത്സരം വളരെ ഗംഭീരമായി നടക്കുന്നു. അതിൽ തന്നെ ഇന്ന് ഒരു മത്സരത്തിന് ഒരു കുട്ടിക്ക്, കാസർഗോഡുള്ള കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് വളരെ പ്രത്യേകിച്ച് അത് വീഡിയോ കോൺഫറൻസിങ് വഴി ഇന്ന് ആ പരിപാടി, ആ മത്സരം നടത്തിയെടുക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ വരുന്നു. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഇന്നലെ ഇവിടെ ഒരുപാട് കുട്ടികൾ എത്തിയിരുന്നു. അവരെ ഭിന്നശേഷിയായുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ മത്സരം കാണിക്കുന്നതിനും മറ്റുമുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമമാണ് നടക്കുന്നത്. നമുക്കൊപ്പം കുറച്ച് അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ അശ്വിനി നമ്പ്യാരാണ്. അവർ വലിയ സൂര്യ ഫെസ്റ്റിവൽ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ പോയി നൃത്തം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലേ, കലാമണ്ഡലത്തിൽ പഠിക്കുന്നത് ആയതുകൊണ്ട്? കുറച്ച് വർഷങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ പങ്കെടുക്കാനും നൃത്തപ്രതിഭയാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈബ് എന്താണെന്ന് അറിയാം. അതായത് കലാമണ്ഡലം കഴിഞ്ഞു, അതിനുശേഷം പിന്നീട് നൃത്തം നമ്മൾ പറയില്ലേ സബരിയായി അങ്ങനെ ഡോക്ടറേറ്റ് വരെ എത്തുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ ആ തരത്തിൽ കയ്യിൽ കൊണ്ട് നടക്കുക. അതെ അതെ, എങ്ങനെയായിരുന്നു അതിനെയൊക്കെ, ആ ഒരു ജേണി എങ്ങനെയാണ് ഓർക്കുന്നത്? തുടക്കം മുതൽ ഡാൻസ് തന്നെയായിരുന്നു, നൃത്തം തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തിരി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെങ്കിലും നമുക്ക് ആ കല മനസ്സിലുള്ള എല്ലാവർക്കും അതിൽ തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ആ വഴിയിലേക്ക് തന്നെ എത്തുന്നുള്ളത് എൻ്റെ ഒരു ജേണി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കലയുള്ളവർക്ക്, ആ സ്പാർക്കുള്ളവർക്ക് വീണ്ടും ആ ഒരു വഴിയിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും. ദൈവമായിട്ട് അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയാം. ഇന്നലെ കുച്ചിപ്പുടിയായിരുന്നു ഒന്നാം വേദിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഓരോ കുട്ടികളുടെയൊക്കെ പെർഫോമൻസിനെ? കുറച്ച് പെർഫോമൻസുകൾ കണ്ടിരുന്നു. വളരെ നല്ല നിലവാരം പുലർത്തിയ പെർഫോമൻസുകളും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ആ ഒരു ശൈലിയിലോട്ട് വരാം, ഇത്തിരിയൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആവാം എന്ന് തോന്നിയ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളാണ്, അവരും വളർന്നു വരികയാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ കൂടെ. ഇനിയും അവർക്ക് സമയമുണ്ട്. എന്നാലും സന്തോഷമായി. കുട്ടികളൊക്കെ, കുറച്ച് കുട്ടികളെങ്കിലും വളരെ നല്ല നിലവാരം പുലർത്തി. സന്തോഷമാണ് കാണുമ്പോൾ, വളരെ ഹാപ്പിയായ. ചിലപ്പോൾ കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് പോയി ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുന്നതൊക്കെ ഓർത്തു. അതെ 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 അതെ, നമ്മളായാലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ഇതെന്ന് ശരിയായൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തിരി കൂടി അതിന് നമ്മൾ സമയം വേണം. അല്ല നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടും അല്ല ഇതെന്താണ്, എവിടെ നിന്നാണ് എന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ച് വരണം എന്ന് മനസ്സിലാക്കിയത് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതെ 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 അതെ, അവർ തീർച്ചയായും. മാത്രമല്ല പല കലാരൂപങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ കലോത്സവത്തിൽ നിന്ന് കേട്ട് പിന്നെ അതിലേക്ക് വന്ന ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ നമ്മളെ കലോത്സവത്തിലേക്ക് ആഡ് ചെയ്ത പണിയാനൃത്തം പോലെയുള്ള ഇനങ്ങൾ നമ്മൾ പലരും കേട്ട് തന്നെ, ഇരുള നൃത്തം അങ്ങനെയൊക്കെയുള്ളത്, പിന്നെ കൂടിയാട്ടം, നങ്ങിയാർ കൂത്ത്, ചാക്യാർ കൂത്ത്, അങ്ങനെ പല ഇനങ്ങളും നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു അവസരമാണ് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയാനും. പിന്നെ ഇത് ഒരു ഓർമ്മ എന്ന നിലയ്ക്ക് നമുക്കൊരു ചെറിയൊരു പെർഫോമൻസ് നമുക്ക് വേണ്ടി ചെയ്താലോ? ഞാൻ പാട്ട് വെക്കട്ടെ.
ഇതിപ്പോൾ ഫെലോഷിപ്പൊക്കെ ഇവിടെ സംഗീതനാടക അക്കാദമി ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് തൃശ്ശൂർ വരുന്ന ആളുകളാണെന്ന് തോന്നുന്നല്ലേ? ഒരു അതെ അതെ കേന്ദ്ര സംഗീതനാടക അക്കാദമിയുടെ ഫെലോഷിപ്പാണ്. ഇവിടെയല്ല, ഞാൻ ഇവിടെയാണെന്നാണ് വിചാരിച്ചത്, തൃശ്ശൂരല്ല. അല്ല കൂച്ചിപ്പുടിയിലെ കേന്ദ്ര സംഗീതനാടക അക്കാദമിയുടെ കഴിഞ്ഞ വർഷം. ഇതിപ്പോ നമ്മളിതിങ്ങനെ അതുകൂടെ ഒരു ഇപ്പൊ ചെയ്തത് സ്വാതി തിരുനാളിന്റെ ഒരു പദമാണ്, ഇളമറി മാന്നയനെ ബിഹാഗ് രാഗത്തിൽ ആദ്യ താളത്തിലുള്ള പദമാണ്. ഇതിൽ നായിക വിരഹോത്കണ്ഠിത എന്നുള്ള ഒരു നായികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പത്മനാഭനെയാണ് നായകനായി ഇവിടെ നായിക സങ്കല്പിക്കുന്നത്. അപ്പോൾ പത്മനാഭനിൽ നിന്നും പിരിഞ്ഞിരിക്കേണ്ടി വരുന്നതുകൊണ്ടുള്ള അതിയായ ദുഃഖത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നായിക. അപ്പോൾ ചുറ്റും കാണുന്നതൊക്കെ അവൾക്ക് അവളുടെ പത്മനാഭനുമായിട്ടുള്ള വിരഹവുമായിട്ടാണ് അവൾ കണക്ട് ചെയ്യുന്നത്. ഒരു നാൾ ആസ്വദിച്ചിരുന്ന കിളികളുടെ കളകൂജനം പോലും ഇന്ന് അസഹ്യമായി തോന്നുകയാണ്. അതാണ് കല്ലെടുത്തെറിഞ്ഞത്. അതെ. അപ്പോൾ ആദ്യം അത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് കായ്കളൊക്കെ കൊടുത്ത് നീ കഴിക്കുക, ഇനിയൊന്ന് പാടൂ എന്ന് പറയും. മുഖ്യമായി മാറുന്നു, കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വേദന. തുടർന്ന് അങ്ങോട്ടും വളരെ മനോഹരമായ വരികളാണ്. നമ്മളിപ്പോൾ ഇത്ര മാത്രമേ ചെയ്യൂ. ഇതൊരു നമ്മളിത് ചെയ്യുമ്പോഴേ ഇത് അങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് നമ്മുടെ PCR എന്ന് പറയുന്നുണ്ട്, ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. എക്സ്പ്രഷനൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട്. അതായത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കാണുമ്പോൾ. താങ്ക് യു. എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല, എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ആ നായികയെ ഉൾക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി, നമുക്കിങ്ങനെ രാവിലെ തന്നെ ഇത്ര ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് തന്നതിന്. താങ്ക് യു സോ മച്ച്.